ഹലോ, ഞാൻ ഓക്കി. എന്നെ അറിയാലോ അല്ലേ? നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ BGMI, FF, ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിന് ലാഗടി കുറയ്ക്കുക എന്നാണ്. ഇപ്പം പകുതി പേരുടെ നല്ല മോഡേണായ ഐഫോണൊക്കെ ആണെങ്കിൽ പകുതി പേരുടെ ലോ ആൻഡ് ഡിവൈസ് മീഡിയം 4GB 3GB 2GB ഒക്കെ ഉള്ള ഫോണായിരിക്കും. 1GB ഫോൺ തൊടാൻ പോലും പറ്റത്തില്ല. 1.5GB കളിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. അത് ഫോൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനൊക്കെ ചില മീഡിയം എല്ലാം കുറയ്ക്കാൻ പറ്റില്ല. എല്ലാം കുറയ്ക്കണമെങ്കിൽ അതുകൊണ്ട് കാര്യമല്ല, കുറയ്ക്കാനും പറ്റില്ല. അതിലും വേഗം നമ്മൾ പുതിയ ഫോൺ എടുക്കുന്നത് നല്ലത്. ഒരു മീഡിയം പകുതിയിൽ ലാഗും അഥവാ ഹാങ് എങ്ങനെ കുറയ്ക്കുന്നതാണ്. പിന്നെ കുറച്ച് ട്രിക്സോടെ ഞാൻ പറയാം. ഇങ്ങനെയുള്ള ഒരു 5 പോയിൻറ്റ്സാക്കി പറയാം. അതിന് നമ്മൾ ഗെയിമിനകത്ത് FFI അഥവാ BGMI ഈ ഒരു ഗെയിമൊക്കെ നമ്മൾ കയറത്തില്ല. നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സിലും ഡെവലപ്പ് ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള മാത്രം കാര്യങ്ങൾ വന്ന് പറയുന്നുള്ളൂ. അത് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മീഡിയം ലെവൽ കളി കൂടിക്കോളൂ. ഇതെൻ്റെ ഉറപ്പ്. അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ പറഞ്ഞാൽ മതി, അടുത്ത സജഷൻ ഞാൻ മാറ്റി തരുന്നതായിരിക്കും. അതിന് നമ്മൾ സെറ്റിങ്സ് എടുക്കുക, ഓപ്പൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ സെർച്ച് ബട്ടൺ നോക്കുക. എൻ്റെ സെർച്ച് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മോർ സെറ്റിങ്സിൽ പോവുക. അടിയോടൊപ്പം ഡെവലപ്പർ ഓപ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരെ ബോട്ടിൽ പോവുക. ഈ ബോട്ടിൽ പോയിട്ട് നിങ്ങളുടെ IP അഡ്രസ്സിൽ നേരെ താഴെയുള്ള ഇത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഡെവലപ്പർ ഓപ്ഷനിൽ കയറിയിട്ട് ആദ്യം നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓണാക്കണം. ഓക്കെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ചുമന്ന ഡെവലപ്പ് മോഡ് എന്ന് പറയും, ദേവ് മോഡ് എന്ന് വരും. പിന്നെ നമ്മൾ നേരെ ഇപ്പം ഞാൻ പറയുന്ന ഇത്രയും കാര്യം ഓണാക്കുക. വേറെ ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ റാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ എത്ര റാമുണ്ട് നോർമൽ എന്നൊക്കെ, എത്ര റാമുണ്ട് ചോദിക്കുക. നമുക്ക് അൺവാണ്ടഡ് ആപ്സും ഫയൽസും എല്ലാം കളയുക. നമ്മുടെ ഗെയിമിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ കൂടുതൽ വേണ്ടത് നമ്മുടെ സ്റ്റോറേജ് വേണം കുറേ, അതൊന്ന്. പിന്നെ സിസ്റ്റം ഓട്ടോ അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഡിസേബിൾ തന്നെ ആക്കിയിട്ടേക്കുക. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഓൺ ആക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ ഫാസ്റ്റ് ആൻഡ് 5x ആക്കണം. എല്ലാം 5x ആണ്. ഫോൺ ഫാസ്റ്റ് ആക്കാം. പിന്നെ ഫോഴ്സ് 4x MSA, അതായത് നമ്മുടെ ഫോണിൻ്റെ ആപ്സിൻ്റെ ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കുറേ ആപ്സ് റൺ ചെയ്യും, അത് കുറയ്ക്കാനുള്ളതാണ് ഇത്. പിന്നെ വേറെ ആയിട്ടുള്ള ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ്, അത് വേണമെങ്കിൽ അത് ഈ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഗെയിം ഉണ്ടെങ്കിൽ ഇത് ഓണാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോഴ്സ് അലോ ആപ്സ് ടു എക്സ്റ്റേണൽ, ഇതെന്തായാലും ഓണാക്കണം. ഇത് ഓണാക്കിയേ പറ്റൂ. ഇത് നമുക്ക് ഉപകാരമുണ്ടോ. ഒന്ന്, നമ്മുടെ SD കാർഡ് ഫോൺ സ്റ്റോറേജ് SD കാർഡിലേക്ക് ആക്കാം. പിന്നെ നോർമലി നമ്മുടെ ഫോൺ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സഹായിക്കും. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇട്ട് നമ്മൾ കളിക്കുമ്പോൾ മാത്രമേ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓഫ് ആക്കിയിടണം. ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് റൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡെവലപ്പ് മോഷൻ ഇത്ര മതി. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കയറിയിട്ട് നമ്മൾ കളിക്കുമ്പം നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫാക്കിയിടുക. അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പം നോട്ടിഫിക്കേഷൻ കയറി വന്ന് നമുക്ക് ഇപ്പോൾ എനിമി അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നോട്ടിഫിക്കേഷൻ കയറി വന്ന് നമുക്ക് നല്ല ലാഗ് അടിച്ച് നമുക്ക് ഫോൺ തല്ലി പൊട്ടിക്കാൻ വരെയുള്ള അവസ്ഥ വരും. എനിക്കുണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞാണ്. അതുകൊണ്ട് ഇത് ഓഫാക്കിയിടുക. പിന്നെ അൺവാണ്ടഡ് ഒന്ന് ഓണാക്കിയിട്ടേക്ക് ഞാൻ ഇപ്പോഴുക. ഐസ് പ്രൊട്ടക്ഷൻ ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല. ആകെ മൊത്തം ഗെയിം മോഡ് പറഞ്ഞാൽ നല്ല ചില ഗെയിം മോഡ് ഓണാക്കാൻ നല്ല കാണിക്കുന്നത്. ചില വോയിസ് ചേഞ്ചറും അതൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഈ സ്പോർട്സും അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും. ലോ പവർ മോഡ് ഒന്നും ഓണാക്കണ്ട. ഞാൻ പറഞ്ഞ വൈഫൈ ഉപയോഗിച്ച് കളിക്കുക, അപ്പോൾ ലാഗടിയൊക്കെ കയറും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയെ അപ്ഡേറ്റ് ആയിരിക്കുന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കളിച്ചാൽ ഇച്ചിരി നല്ല പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് ഇത്രയും കാര്യം ചെയ്ത് നോക്കുക. ഇതും പറ്റിയില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും.
കാരണം ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വേണം. എന്നെപ്പോലെ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.